വിഷ്ണു ഭഗവാനെ ചിലപ്പോൾ യോഗനിദ്രയിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് മഹാബലിയുടെ മോക്ഷസ്ഥനായുള്ള ശ്രീഹരിയുടെ വാമനാവതാരത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാമനൻ മഹാബലിയോട് 3 അടി ഭൂമി ദാനം ചോദിച്ചു. 3ാമത്തെ അടിയെടുക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മഹാബലി തന്റെ ശിരസ് വാമനന് സമർപ്പിച്ചു. ഇതിന്റെ ഫലമായി മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു. മഹാബലിയുടെ ഭക്തിയിലും സത്യസന്ധതയിലും സന്തോഷിച്ച ശ്രീഹരി അദ്ദേഹത്തോട് ഒരു വരം ചോദിക്കുവാൻ പറഞ്ഞു. ഭഗവാൻ എപ്പോഴും തന്റെ കൂടെ പാതാളത്തിൽ ഇരിക്കാനുള്ള വരം മഹാബലി ചോദിച്ചു. ഭഗവാൻ അത് സമ്മതിച്ചു. പക്ഷെ മഹാലക്ഷ്മിക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ അഭാവത്തിൽ വൈകുണ്ഠത്തിൽ ഇരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ മഹാബലിയെ തന്റെ സഹോദര സ്ഥാനം നൽകി അദ്ദേഹത്തിന് രാഗി കെട്ടി. പ്രതിഫലമായി ലക്ഷ്മി ഭഗവാനെ തിരിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടു. താൻ നൽകിയ വാക്കിൽ നിന്നും പിന്മാറാൻ കഴിയാത്തതിനാൽ ഭഗവാൻ വിഷ്ണു മഹാബലിയെ എല്ലാ വർഷവും ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വരെ പാതാളത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ സമയത്ത് ഭഗവാൻ വിഷ്ണുവിനെ യോഗനിദ്രയിൽ കാണുന്നത് ഈ ആഖ്യാനത്തിന്റെ ഭാഗമാണ്.